നിത, തനിക്ക് റാമിനോട് ക്ഷമിക്കാൻ പറ്റില്ലേ? അശ്വിൻ നേരിയ ശബ്ദത്തിൽ ചോദിച്ചതിന് പരിഹാസം കലർന്ന പുഞ്ചിരിയായിരുന്നു മറുപടി. അശ്വിൻ, ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ എന്തിൻ്റെ പേരിലാണ് റാമിനോട് ക്ഷമിക്കേണ്ടേ? എല്ലാവരും എൻ്റെ അനുവാദമില്ലാതെ എന്നെ സ്വന്തമാക്കിയ റാമിനെ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ റാം പരിശുദ്ധനാണ്, നല്ലവനാണ്. അതുകൊണ്ട് പഴയതെല്ലാം ഞാൻ മറക്കണം. എത്ര എളുപ്പമല്ലേ പറയാൻ? നിത, ഞാനൊരു കാര്യം ചോദിച്ചാൽ ധൃതിയായിട്ടിന് ഉറപ്പ് പറയാൻ പറ്റും? സ്വന്തം കൂട്ടുകാരനെ പറ്റി. ഒരിക്കൽ ഞാൻ ഈ വീടിൻ്റെ പടി കയറി വന്നതുപോലെ നാളെ വേറൊരു പെണ്ണ് ഇതേപോലെ കയറി വരില്ലെന്ന് ഉറപ്പുണ്ടോ? അതിനവരുടെ കയ്യിൽ മറുപടിയില്ലായിരുന്നു. സ്ത്രീക്ക് സീതാദേവിയുടെയും പാർവതിയുടെയും വേഷം കെടുത്തൊക്കെ പഴയ ഏർപ്പാടാണ്. നിങ്ങളെപ്പോലെ തന്നെ വികാരങ്ങളും വിഷമങ്ങളും ഒക്കെ ഞങ്ങൾക്കുണ്ട്. പല സ്ത്രീകളുടെയും കൂടെ രാത്രികൾ ചെലവഴിക്കുന്ന ഒരാളെ എങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടേ? ഇപ്പോൾ ഇല്ല, ശരിയാണ്. പക്ഷേ റാമിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ, അതല്ലേ വേറെ ഏതെങ്കിലും സ്ത്രീ ആണെങ്കിൽ സ്വീകരിക്കോ? അവിടെ പെണ്ണിനില്ലാത്ത കുറ്റങ്ങളില്ല. അവൾക്ക് പിന്നെ വഞ്ചകിയുടെ പരിവേഷമാണ്. എൻ്റെ മുന്നിൽ വെച്ച് പല സ്ത്രീകളെയും കാമത്തോടെ പുണർന്ന് അവളെ ചുംബിച്ച് അവളിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന റാമിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പലരും മറക്കുന്നു. പലരും റാമനോട് ചെയ്ത് മാത്രമേ ഓർക്കുന്നുള്ളൂ. റാമൻ്റെ ഇന്നലെ വരെയുള്ള ജീവിതം ആരും ഓർക്കുന്നില്ല. താലി കെട്ടുന്ന പുരുഷൻ തൻ്റെ മാത്രം സ്വന്തമാകണമെന്ന് ഏതൊരു പെണ്ണും ആഗ്രഹിക്കും. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ അവൾക്ക് അവൻ ചെയ്തത് ഒരു പരിധിവരെയെങ്കിലും ക്ഷമിക്കാനാവും. പക്ഷെ ഇവിടെ റാം സ്വന്തമാക്കിയ എത്രയോ സ്ത്രീകളിൽ ഒരുവൾ മാത്രമാണ് ഞാൻ. അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പല സ്ത്രീകളിൽ ഒരുവൾ മാത്രം. കൂത്തൊഴിഞ്ഞൊരു ജീവിതമായിരുന്നു റാമിൻ്റേത്. ഇന്ന് അതിൽ നിന്നൊക്കെ എത്രയൊക്കെ പുറത്തു വന്നെന്ന് പറഞ്ഞാലും നാളെ അതിലേക്ക് തന്നെ മടങ്ങിപ്പോകും. അവിടെ ഞാനും മക്കളും ഒരു ഭാരമാവും. അല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും എന്നെ റാമിന് ഉള്ളുകൊണ്ട് സ്നേഹിക്കാൻ കഴിയില്ല. ഇനി റാമിനായാലും എനിക്കാവില്ല. കാരണം റാമിൻ്റെ നിലകൾ തന്നെയാണ്. വിനീത, യാമി മുതൽ ഒത്തിരി സ്ത്രീകളുടെ അയാളുടെ ജീവിതത്തിൽ ഭാഗമാണ്. നാളെ അയാളും മൊത്തം എല്ലാം മറന്ന് ജീവിതം തുടങ്ങുമ്പോൾ അവർക്ക് അവകാശം പറഞ്ഞ് വല്ലെന്ന് ഉറപ്പുണ്ടോ? അന്ന് ഞാൻ എന്താ ചെയ്യേണ്ടേ? സ്വന്തം പുരുഷൻ അവർക്ക് കൂടി പങ്കിട്ട് കൊടുക്കണോ? താലിയുടെയോ വിവാഹത്തിൻ്റെയോ പവിത്രതൊന്നും അയാൾക്ക് അറിയില്ല. എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയിട്ടും അയാൾ മറ്റു സ്ത്രീകളെ തേടി പോയിരുന്നു. അയാൾക്ക് വേണ്ടി ആരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിലുള്ള അയാളുടെ സ്ഥാനം ഒരിക്കലും ഉയരില്ല. ഒരു ദീർഘനിശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നിർത്തി. മോളെ, ഇങ്ങനെ സ്ട്രെയിൻ എടുക്കല്ലേ. അവളുടെ ഭാവം കണ്ട് പേടിയോടെ കമലമ്മ പറഞ്ഞു. നിങ്ങളെല്ലാവരും പറയാതെ പറയുന്നുണ്ട് റാമനെ പറ്റി. എല്ലാവരും ആഗ്രഹിക്കുന്നു ഞാൻ അയാളെ സ്നേഹിക്കണമെന്നും അയാളെ മൊത്തം സന്തോഷത്തോടെ ജീവിക്കണമെന്നും. പക്ഷേ ഇപ്പോഴും നിങ്ങളാരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം. ആർക്കും ഞാൻ അനുഭവിച്ച വേദനയുടെയും ദുഃഖങ്ങളുടെയും ആഴം മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രാവശ്യം നിങ്ങൾ പറയില്ലായിരുന്നു. സ്വന്തം ബന്ധങ്ങൾക്ക് മുറിവേൽക്കുമ്പോഴേ നമുക്ക് നോവുള്ളൂ. അല്ലാത്ത പക്ഷം മറ്റെന്തും സഹതാപത്തിൽ ഊറി കൂടുന്നതാണ്. നിത, ഞങ്ങൾ അങ്ങനെയൊന്നും കരുതിയില്ല. എനിക്കറിയാം അശ്വിൻ. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും എന്നേക്കാൾ ഒരു പടി സ്ഥാനം നിങ്ങളുടെ ഉള്ളിൽ റാമിന് തന്നെയാകും. അത് അയാൾ എത്ര നെറുകെട്ടവനായാലും അയാളെ ന്യായീകരിക്കാൻ നിങ്ങൾ കാരണങ്ങളുണ്ടാകും. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ആരെയും. അല്ലെങ്കിലും അതിനുള്ള യോഗ്യതയും അർഹതയൊന്നും എനിക്കില്ല. എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ രണ്ടാം സ്ഥാനക്കാർ തന്നെയായിരിക്കും എല്ലായിടത്തും എപ്പോഴും. നിസ്സഹായതയോടെ ആരെയും നോക്കാൻ അവൾ പറഞ്ഞു നിർത്തി. ആരുടെയും മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ അകത്തേക്ക് പോയി. അല്ലേലും അവർക്കാർക്കും അവൾ പറഞ്ഞതിന് മറുപടി ഇല്ലായിരുന്നു. എന്ത് മറുപടിയാണ് അവളോട് പറയുക? അവൾ പറഞ്ഞതെല്ലാം ശരിയാണ്. റാമനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് തന്നെയാണ് അവൻ്റെ പ്രവൃത്തികൾ ന്യായീകരിക്കാൻ തങ്ങൾക്കാവുന്നത് എന്നവർക്ക് മനസ്സിലായിരുന്നു. കമലമ്മയെ ഒന്ന് നോക്കിക്കൊണ്ട് അശ്വിനും ധൃതിയും കാറിൽ കയറിപ്പോയി. എന്ത് പറഞ്ഞ് നിധിയെ ആശ്വസിപ്പിക്കണമെന്ന് കമലമ്മക്ക് അറിയില്ലായിരുന്നു. അവർ നേരെ പോയത് റാമിൻ്റെ മുറിയിലേക്കായിരുന്നു. അവിടെ ബെഡിൽ കിടക്കുന്ന അവൻ്റെ അരികിൽ പോയിരുന്നതും അവൻ്റെ താലയെടുത്ത് മടിയിലേക്ക് ചേർത്ത് വെച്ചു. ഒന്നും മിണ്ടാതെ തന്നെ രണ്ടുപേരുടെയും മനസ്സിലുള്ളത് അവർക്ക് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. ശ്യാമേട്ടാ, പോകാം. വണ്ടിയിൽ കയറിയിരുന്ന അവൾ പറഞ്ഞതും ശ്യാം ഒന്നും പറയാതെ തന്നെ വണ്ടി എടുത്തു. ശ്യാമേട്ടാ, ഇന്നെന്തൊന്നും മിണ്ടാത്തെ? ഇന്ന് കുഞ്ഞാവുകൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. നല്ല കുറുമ്പ്. കാറിൽ കയറിയപ്പോൾ തൊട്ട് എൻ്റെ വയറ്റിൽ കിടന്ന് മൂന്നും കൂടെ കൊണ്ട് മാറിയാണ് കുട്ടിക്കുറുമ്പുകൾ. ശ്യാമേട്ടാ, അവൻ്റെ ഭാഗത്തിൽ നിന്ന് പ്രത്യേകിച്ച് സംസാരമൊന്നുമില്ലാത്തത് കൊണ്ട് അവൾ അവനെ ഒന്നുകൂടെ വിളിച്ചു. ഞാൻ ശ്യാമല്ല, റാമ. കണ്ണാടിയിലൂടെ അവളെ നോക്കി പറയുമ്പോൾ ആ മുഖത്തെ ഞെട്ടൽ അവന് കണ്ടിരുന്നു. നിങ്ങളോ? അപ്പോൾ ശ്യാമേട്ടനോ? അവൻ വീട്ടിൽ പോയി. പോയതോ പറഞ്ഞു വിട്ടതോ? വണ്ടി നിർത്താൻ നിങ്ങളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. നിത, ഞാൻ പറഞ്ഞു വിട്ടൊന്നുമല്ല. അവൻ്റെ കുഞ്ഞിനെന്തോ വയ്യെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഫോൺ വന്നിരുന്നു. അതുകൊണ്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പൊക്കോളാൻ പറഞ്ഞതാ. നിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞു. മതി, നിർത്ത്. ആരെ ബോധിപ്പിക്കാനായി ഈ നാടകം? എന്നെയോ? ഞാൻ തൻ്റെ കൂടെ എവിടേക്കും ഇല്ല. വണ്ടി നിർത്താനല്ലേ പറഞ്ഞ്? അതോ ഞാൻ? ബാക്കി പറയാതെ അവൾ അവനെ രൂക്ഷമായി നോക്കി. അപ്പോഴേക്കും അവൻ്റെ കാല് ബ്രേക്കിൽ അമർന്നിരുന്നു. നിത, നീ അമ്പലത്തിലേക്കായി വന്നതല്ലേ? അത് മുടക്കണ്ട. ഇവിടെ അടുത്തല്ലേ. എന്നെ വെറും ഡ്രൈവറായി കണ്ടാൽ മതി. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? ഡോർ തുറന്നിറങ്ങാൻ അവളോട് പറയുന്നത് കേട്ടിട്ടും അവനൊന്നും നോക്കുക പോലും ചെയ്യാതെ അവൾ കാറിൽ നിന്നിറങ്ങി മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അത് കണ്ട് അവനും കാറിൽ നിന്നിറങ്ങി. നിത, താൻ ഈ വയറും വെച്ച് നടക്കേണ്ട. ഞാൻ പറയുന്ന കേക്ക്. അവളുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞതും അവൾ അവനിൽ നിന്നും കൈ കുടഞ്ഞെറിഞ്ഞു.
എന്നെ തുടരുന്നെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? കാത്തുന്ന കണ്ണുകളോടെയുള്ള അവളുടെ നോട്ടത്തിൽ അവൻ പതറിപ്പോയിരുന്നു. അവനെ രൂക്ഷമായെന്ന് നോക്കിക്കൊണ്ട് അവൾ അമ്പലത്തിലേക്ക് നടന്നിരുന്നു. അവൾ പോകുന്നതൊന്ന് നോക്കി കാറിൽ കയറി അവൾ പോകുന്ന അമ്പലത്തിലേക്ക് അവൻ കാർ ഓടിച്ചു. റാം പാർക്കിംഗ് ഏരിയയിലേക്ക് വണ്ടി കൊണ്ടിട്ട് തിരിച്ച് നടയിലേക്ക് എത്തുമ്പോഴും നിത നടന്നെത്തിയിരുന്നു. ഒരു കൈ വയറിൽ വെച്ച് നടന്നു വരുന്നവൾക്ക് ഇതപ്പടക്കാൻ പാടുപെടുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു. എന്നാലും അത് നോക്കി നിൽക്കാനേ അവനാവുമായിരുന്നുള്ളൂ. അവൻ അരികിലേക്ക് എത്തിയിട്ടും അവനൊന്നും നോക്കുപോലും ചെയ്യാതെ അമ്പലത്തിലെ പടികളിലേക്ക് കയറാൻ തുടങ്ങി. ഒരുപാട് പടികളുണ്ടായിരുന്നതിന് പടികളില്ലാതെ എത്തണമെങ്കിൽ കുറച്ചുകൂടെ വളഞ്ഞു ചുറ്റണം. ആദ്യമൊക്കെ പടികൾ കയറിയിരുന്നുവെങ്കിലും ഇപ്പോൾ തന്നെ കൊണ്ടാവാത്തത് കൊണ്ട് ഷ്യാം വണ്ടിയാൽ ചുറ്റി വന്ന് അമ്പലത്തിന്റെ നടക്കിലേക്ക് കൊണ്ടുചെന്ന് നിർത്തും. പക്ഷെ ഇന്ന് കമലമ്മയും ഷ്യാമുമില്ല. ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ താൻ വരില്ലായിരുന്നു. ഇവിടെ വരെ വന്നിട്ട് ഭഗവാനെ കാണാതെ പോകുന്നത് ശരിയല്ല. പക്ഷേ ഈ പടികൾ മുഴുവൻ തനിക്കൊരു സഹായമില്ലാതെ കയറാൻ പറ്റില്ലെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. 4-5 പടികൾ കയറിയപ്പോഴേക്കും നന്നായി അണക്കുന്നുണ്ടായിരുന്നു ആ പെണ്ണ്. ഇത്രയും ദൂരം നടന്നത് വേറെയും. പലപ്പോഴും കമലമ്മയുടെ കൈ പിടിച്ചാണ് പടികൾ കയറാറുള്ളത്. കമലമ്മയുടെ ഏതൊരു ബന്ധു മരിച്ചത് കൊണ്ട് രാവിലെ പോയതാണ്, നാളെ എത്തുകയുള്ളൂ. പോകുന്നില്ലെന്ന് പറഞ്ഞ് കമലമ്മയെ നിർബന്ധിച്ച് വിട്ടത് താൻ തന്നെയാണ്. ഷ്യാമുള്ള ധൈര്യമായിരുന്നു. പെട്ടെന്ന് തന്നോടൊന്നും പറയാതെ അവൻ പോയതും ഇവിടെ ആകെ നിസ്സഹായ അവസ്ഥയിൽ ആരും സഹായിക്കാനില്ലാതെ നിൽക്കേണ്ടി വന്നതും കൂടെ ഓർത്തപ്പോൾ അവൾക്ക് സങ്കടം വരാൻ തുടങ്ങിയിരുന്നു. കണ്ണുകൾ പെയ്യാൻ വെമ്പിയെങ്കിലും ഷാസിനോട് അതിനെ നിയന്ത്രിച്ച് വീണ്ടും പടികൾ കയറാൻ ശ്രമിച്ചവളുടെ കയ്യിലായി റാമിന്റെ കൈകൾ പിടിവീടിരുന്നു. ആരെന്ന് തലയുറ്റി നോക്കി അവനെ കാണുന്ന വാശിയിൽ അവനിൽ നിന്ന് കൈ വലിച്ചെടുക്കാൻ നോക്കിയതറിഞ്ഞ് റാം അവളിൽ പിടി കൂടുതലായി മുറുക്കിയിരുന്നു. റാം വിട്, എനിക്ക് ആരുടെയും സഹായം വേണ്ട. നിന്നെ ഇവിടുന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോകാനും എനിക്ക് ആരുടെയും അവകാശം വേണ്ട. തന്നോട് വിടാനാ പറഞ്ഞേ. ശബ്ദം താഴ്ത്തി ദേഷ്യം കാണിച്ചമ്മത്തെ അവൾ പറഞ്ഞത് കേട്ടിട്ടും അവനവിടെ ശ്രദ്ധിക്കുക കൂടി ചെയ്തില്ല. ഡോ, ബഹളം വെക്കാതെ വാപ്പണ്ണേ. ഇനിയിപ്പോൾ ഞാൻ പിടിക്കുന്നതാണ് കുഴപ്പമെങ്കിൽ ഞാൻ എടുക്കാം, അല്ലെങ്കിൽ അതാ നല്ലത്. ഈ വയറും വെച്ച് ഇക്കണ്ട പടികളൊക്കെ കയറെന്ന് വെച്ചാൽ എളുപ്പമല്ല. അപ്പം ഞാൻ പിടിക്കണോ അതോ എടുക്കണോ? അവളെ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞത് കേട്ട് വീണ്ടും അവനെ രൂക്ഷമായെന്ന് നോക്കി പതിയെ അവൾ പടികൾ കയറാൻ തുടങ്ങി. വളരെ സൂക്ഷിച്ച് അവനും അവളെ ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ സാമീപ്യം വളരെ അരോചകമായി തോന്നിയിരുന്നുവെങ്കിലും ആരുടെയും സഹായമില്ലാതെ അവൾക്ക് മുകളിലേക്ക് കയറാൻ പറ്റില്ലായിരുന്നു. മുകളിലെത്തിയതും അവൾ പറയാതെ തന്നെ അവൻ അവളിൽ നിന്നും അകന്നു മാറിയിരുന്നു. അവളൊന്നും പറയാതെ തന്നെ അവരൊന്നും ചെയ്യാറുള്ള വഴിപാടിൻ്റെ ചീട്ടെഴുതിക്കാനായി അവൻ പോകുന്നത് കണ്ട് അവനെ നോക്കി പിന്നെ നേരെ ഭഗവാന്റെ അടുത്തേക്ക് നടന്നു. എന്നും വരുന്ന ആളായതുകൊണ്ട് പലരും അവൾക്കായി പുഞ്ചിരിയേകി. അതിനെല്ലാം അവർക്ക് നൽകാനായി അവളുടെ ചൊടികളിൽ ആരെയും മയക്കുന്ന പുഞ്ചിരി വിടർന്നിരുന്നു. ഭഗവാന്റെ നടക്കുന്നേരെ നിന്ന് കണ്ണുകൾ രണ്ടും വെറുകിയടച്ച് കൈകൾ രണ്ടും കൂപ്പി നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ മനസ്സെന്തിനോ വേണ്ടി നീറിപ്പുകയെന്നത് അവൾ അറിഞ്ഞു. അതിനേക്കാൾ ഉപരി റാമിന്റെ സാന്നിധ്യം അറിഞ്ഞതുപോലെ ഉദരത്തിൽ മക്കളുടെ അനക്കവും. ഇന്നേ വരെ കമലമ്മയുടെ കൂടെ അമ്പലത്തിലേക്ക് വരുമ്പോൾ അനുസരണുള്ളവരെ പോലെ കിടന്ന മക്കൾ തന്നേക്കാൾ വേഗത്തിൽ അവന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് അവൾ ഓർത്തു. തന്നേക്കാൾ പ്രിയം അവർക്ക് അച്ഛനോടാണോ? താൻ അവരുടെ മുന്നിൽ അന്യയാവുമോ? ഓരോന്നും ഓർക്കും തോറും സങ്കടം കൊണ്ട് അവളുടെ അടഞ്ഞ കൺപോളകളിൽ നിന്നും കണ്ണീരൊഴുകിയിറങ്ങി. തിരുമേനിയുടെ ശബ്ദമായിരുന്നു അവളെ തിരിച്ച് സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. ഇങ്ങനെ കരയല്ലേ കുട്ടി, അത് വയറ്റിലുള്ള കുഞ്ഞിന് കൂടി ദോഷാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാത്തിനും ഭഗവാൻ പരിഹാരം കാണിച്ചു തരും. വിളിച്ചാ വിളിപ്പുറത്താ. ഈ നടയിൽ നിന്ന് ഉള്ളുരുകി വിളിക്കുന്ന ഭക്തന്മാരുടെ സങ്കടങ്ങൾ കാണാതിരിക്കാൻ ആ ഭഗവാന് കഴിയില്ല. പ്രത്യേകിച്ച് അമ്മയാൻ പോകുന്നത്. അമ്മയേക്കാൾ പുണ്യം വേറെ ആരായി ലോകത്തുള്ളേ? അവൾക്ക് പ്രസാദവും പുണ്യാഹവും നൽകി അദ്ദേഹം അകത്തേക്ക് പോയി. നിറഞ്ഞു വന്ന കണ്ണുകൾ തുറച്ച് ഭഗവാൻ ഒന്നുകൂടി നോക്കി തിരിഞ്ഞത് കണ്ടത് തന്നെ നോക്കുന്ന റാമനെയാണ്. അവന് മുഖം കൊടുക്കാത്ത പ്രദക്ഷിണം വെക്കാനായി അവൾ നടന്നു. തൊട്ടു പിന്നാലെയായി അവനും. ഓരോ ദേവന്മാരുടെയും മുന്നിൽ ചെന്ന് നിന്ന് കണ്ണുകളടച്ച് കൈകൂപ്പുമ്പോൾ അവൾക്ക് പ്രാർത്ഥിക്കാൻ ഒന്നുമില്ലാത്തതുപോലെ തോന്നി. ആകെ കലങ്ങി പറഞ്ഞ മനസ്സിന്റെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമത്തിലായി നമ്മൾ. ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ പ്രതിഷ്ഠക്കരികെ ചെന്ന് നിന്ന് രണ്ടുപേരുടെയും തലയിലേക്ക് തെറിച്ചു വീണ കൂവള്ളയിലകൾ കണ്ട് രണ്ടുപേരും ഞെട്ടിക്കണ്ണു തുറന്നു. തങ്ങളുടെ മുന്നിലായി ഒരു സന്യാസി കണ്ണുകൾ അടച്ചു നിൽക്കുന്നു. പെണ്ണിന്റെ പകക്ക് ലോഹത്തേക്കാൾ ചൂട് കൂടും. അത് തണുത്തുറഞ്ഞ് ആർക്കും തകർക്കാൻ പറ്റാത്ത ഹിമതിനേക്കാൾ കാഠിന്യമുള്ളതാവും. പക്ഷെ തളരരുത്. ഏത് മഞ്ഞുമലയെയും ഒരുക്കാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, സ്നേഹം, പവിത്രമായ പ്രണയം. കളങ്കമേൽക്കാത്ത, ആരാലും മൂടൽ വീഴാത്ത ഹൃദയത്തിൻ്റെ അടിത്തട്ടിയിൽ നിന്ന് ഉറവം പൊട്ടി വരുന്ന പ്രണയം, പരിശുദ്ധ പ്രണയം. സതീദേവിയോട് ശിവന് തോന്നിയതുപോലെ, ആ ശിവനെ പ്രണയിച്ച പാർവതി ദേവിയുടെ പ്രണയം പോലെ, ആർക്കും തടുക്കാനാവാത്ത, ഒരിക്കലും പറ്റാത്ത നിള പോലെ, അത് കടലിലേക്ക് ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന മുത്തുച്ചിപ്പിയേക്കാളും മൂല്യമുള്ളതാകുമ്പോൾ മറഞ്ഞിരിക്കുന്ന പ്രണയം പുറത്തേക്കൊഴുകും. അതിനെ തടഞ്ഞു വെക്കാൻ ഒരു ശക്തിക്കും ആവില്ല. ഹിമകണങ്ങൾ ഉരുകുന്നത് പോലെ പകയും പ്രതികാരവും ദേഷ്യവും കോപവും അലിഞ്ഞു തീരും. ഗംഗാനദി പോലെ പവിത്രമായ പ്രണയം അത് നിന്നിലേക്ക് ഒഴുകിയെത്തും. ഹിമാലയ ശൃംഗങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീർമുത്തുകൾ എത്രയോ ദൂരം താണ്ടി പ്രതിഭാസങ്ങളും പ്രതിബന്ധങ്ങളും മറികടന്ന് കടലിലേക്ക് അവയുടെ പ്രാണനാഥിലേക്ക് ചേരുന്നത് പോലെ നിന്നെയും തേടിയെത്തും. കാത്തിരിക്കുക ക്ഷമയോടെ.
കാലം നിനക്കായി കാത്തുവെച്ച പ്രണയത്തിനായി. അത്രയും പറഞ്ഞ ആ സന്യാസി അവരിൽ നിന്നും അകന്നു പോകുമ്പോൾ അയാൾ പറഞ്ഞതിൻ്റെ പൊരുൾ അവരെ സസൂക്ഷ്മം വീക്ഷിച്ചിരുന്നവർക്ക് മനസ്സിലായില്ലെങ്കിലും റാം ഒരു പ്രതീക്ഷയോടെ അവളെ നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം പറഞ്ഞ പോലെ അവൾ അവളിൽ നിന്നും മുഖം വെട്ടിച്ച് നടക്കാൻ തുടങ്ങി. അവൾക്ക് പിന്നാലെ മൗനമായി അവനും. പക്ഷേ ഉള്ളിൽ മുഴുവൻ ആ സന്യാസി പറഞ്ഞ വാക്കുകളായിരുന്നു. കാത്തിരിക്കുക ക്ഷമയോടെ, കാലം നിനക്കായി കാത്തുവെച്ച പ്രണയത്തിനായി. മനസ്സെവിടെയും പിടികൊടുക്കാതെ ലക്ഷ്യമില്ലാതെ പായുന്നത് ദിതിയും അറിയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ ആലോചിച്ച് നടക്കുന്നവളുടെ കാതുകളിൽ മുഴുങ്ങിയ കിളിക്കൊഞ്ചൽ ശബ്ദമാണ് അവളെ സ്വഭാവത്തിലേക്ക് നോക്കിയത്. ആ ശബ്ദത്തിൻ്റെ ഉടമയെ തേടി അവളുടെ മിഴികൾ പാഞ്ഞു ചെന്ന് തറഞ്ഞു നിന്നത് 19-20 വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺകുട്ടിയുടെ അരികിൽ നിൽക്കുന്ന ചെറുപ്പക്കാരിലായിരുന്നു. കാലുകൾ നിശ്ചലമായി, കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒന്നനങ്ങാൻ പോലും ആകാതെ പെട്ടെന്ന് അവൾ തറഞ്ഞു നിന്നത് തൊട്ടു പിന്നാലെ വരുന്ന റാമിനെ നെഞ്ചിലായിരുന്നു. അവളുടെ പുറം അവനെ നെഞ്ചിൽ തട്ടി അമർന്നതും ഞെട്ടിപ്പകപ്പോടിയാണ് അവൻ അവളെ നോക്കിയത്. പക്ഷേ അവളുടെ ശ്രദ്ധ എവിടെയല്ലെന്ന് അവന് മനസ്സിലായിരുന്നു. തൻ്റെ സാന്നിധ്യം പോലും ആഗ്രഹിക്കാത്ത അവൾ താൻ വന്നതോ തന്നെ നെഞ്ചോട് ചേർന്ന് നിന്നതോ അവൾ അറിഞ്ഞില്ലെന്ന് അവന് മനസ്സിലായി. അവളുടെ മിഴികൾ ചെന്നിടത്തേക്ക് അവൻ്റെ മിഴികളും ഓടിയെത്തി. ചെറുപ്പക്കാരനായ യുവാവിൻ്റെ കൈകളിൽ തൂങ്ങി വരുന്നൊരു കുറുമ്പിപ്പെണ്ണ്. അവളുടെ കുസൃതികളിൽ അവന് ചിരി പടർത്തുന്നുണ്ടെങ്കിലും മുഖത്തൊരു തെളിച്ചമില്ലാത്ത പോലെ തോന്നി റാമിന്. അവളുടെ സന്തോഷം കാണാനായി തൻ്റെ സങ്കടങ്ങളും മറക്കുന്നത് പോലെ തോന്നിയവന്. അവരെ തന്നെ നോക്കി നിന്നവരിലേക്ക് അവരുടെ ശ്രദ്ധ വന്നതും തങ്ങളെ കണ്ടപ്പോൾ അവരുടെ കണ്ണിലെ നെടുക്കം കൂടി അറിഞ്ഞ റാം ഒന്നും മനസ്സിലാവാതെ നിതയെ നോക്കി. ഒന്നിനും ആവാതെ ആ പെണ്ണിൻ്റെ മിഴികൾ നിറയാൻ വെമ്പിൽ കൂടുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. വിറക്കുന്ന കൈകൾ അവൾ പോലും അറിയാതെ റാമിൻ്റെ കൈകളിൽ മുറുകി ഒരു ആശ്രയമെന്നോണം. തങ്ങളുടെ അരികിലേക്ക് അവർ നടന്നെത്തിയതും നിധിയുടെ മുഖം കുനിഞ്ഞു പോയിരുന്നു. അഗ്നിത, എന്നെ മനസ്സിലായെന്നറിയില്ല. പുതിയ പല ബന്ധങ്ങൾക്കായി പലതിനെയും തള്ളിപ്പറഞ്ഞ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു.